ബഹിരാകാശ വാർത്താ ലോകത്ത് ഇപ്പോൾ വൻ ചർച്ചയായിരിക്കുന്നത് ഒരു പുതിയ അതിഥിയാണ്. ഭൂമിയുടെ പുതിയ ക്വാസി മൂൺ അർജുന 2025 PN7. ഭൂമിക്ക് ഒരു ചന്ദ്രനല്ലേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഈ ക്വാസി മൂൺ? ഇത് ഭൂമിക്ക് ഭീഷണിയാണോ? എന്താണ് ഈ ക്വാസി മൂണിന്റെ പ്രാധാന്യം? ഈ ഞെട്ടിക്കുന്ന കണ്ടെത്തലിന്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ സൗരയൂഥം എത്രമാത്രം വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നതിന് ഏറ്റവും പുതിയ തെളിവാണ് ഈ ഒരു കണ്ടെത്തൽ. 2025 ഓഗസ്റ്റിൽ ഹവായിയിലെ പ്രശസ്തമായ പാൻ സ്റ്റാർസ് ഒബ്സർവേറ്ററിയാണ് ഈ നിഗൂഢ വസ്തുവിനെ ആദ്യമായി തിരിച്ചറിഞ്ഞത്. ശാസ്ത്രലോകം ഇതിന് നൽകിയിരിക്കുന്ന പേര് അർജുന 2025 PN7 എന്നാണ്. ഇനി എന്താണ് ഈ ക്വാസി മൂൺ? ഇത് നമ്മുടെ യഥാർത്ഥ ചന്ദ്രനെ പോലെ ഭൂമിയെ നേരിട്ട് ചുറ്റുകയല്ല ചെയ്യുന്നത്. പകരം സൂര്യനെ ചുറ്റുന്നതിനിടെ ഭൂമിയോടൊപ്പം ഒരേ ഭ്രമണപഥത്തിൽ യാത്ര ചെയ്യുകയും ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തിൽ ഒരുതരം ഒളിച്ചുകളി നടത്തുകയും ചെയ്യുന്ന ഒരു വസ്തുവാണിത്. സിമ്പിളായി പറഞ്ഞാൽ ഇത് ഭൂമിയെ പിന്തുടർന്ന് സൂര്യനെ വലം വയ്ക്കുന്നു. ഏകദേശം 60 വർഷത്തോളമായി ഈ ക്വാസി മൂൺ ഭൂമിയോടൊപ്പം സൂര്യനെ ചുറ്റുന്നുണ്ടെന്നാണ് ശാസ്ത്രജ്ഞരുടെ നിഗമനം. ഇനിയാണ് പ്രധാനപ്പെട്ട ചോദ്യം, ഇത് ഭൂമിക്ക് ഭീഷണിയാണോ എന്നത്. അല്ല, അർജുന 2025 PN7 ഭൂമിക്കൊരു ഭീഷണിയല്ല. ഇത് ചന്ദ്രനിലേക്കുള്ള ദൂരത്തേക്കാൾ ഏകദേശം 10 ഇരട്ടി അകലെയാണ്. അതായത് ദശലക്ഷക്കണക്കിന് കിലോമീറ്റർ അകലെയാണിത്. ഇത് ഭൂമിയിൽ ഇടിക്കാനുള്ള സാധ്യത നിലവിലില്ലതാണ്. താരതമ്യേന വളരെ ചെറിയൊരു വസ്തുവാണിത്. ഇതിന്റെ കൃത്യമായ വലുപ്പം ഇനിയും നിർണ്ണയിക്കപ്പെട്ടിട്ടില്ല എങ്കിലും ഇത് ഏതാനും മീറ്ററുകൾ മുതൽ ഏതാനും കിലോമീറ്ററുകൾ വരെ വലുപ്പമുള്ളതാകാമെന്നാണ് അനുമാനം. ഏകദേശം 62 അടി അല്ലെങ്കിൽ 19 മീറ്റർ വ്യാസമുള്ള ഒരു വലിയ ബസിന്റെ അത്ര മാത്രം വലുപ്പമുള്ള ഒരു വസ്തുവാണ് എന്നും പറയപ്പെടുന്നുണ്ട്. ശാസ്ത്രീയ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. ഇനി ഇത്തരം ക്വാസി മൂണുകളെ കുറിച്ച് പഠിക്കുന്നത് സൗരയൂഥത്തിന്റെ ഉത്ഭവത്തെയും അതുപോലെ പരിണാമത്തെയും കുറിച്ച് പുതിയ വിവരങ്ങൾ നൽകുമെന്നുറപ്പാണ്. അതുപോലെ ഭാവിയിൽ ചിഹ്നഗ്രഹങ്ങളിലേക്ക് ബഹിരാകാശ ദൗത്യങ്ങൾ അയക്കുമ്പോൾ ഇന്ധനം നിറയ്ക്കുന്നതിനോ പുതിയ സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുന്നതിനോ ഇത്തരം വസ്തുക്കൾ ഒരു ബഹിരാകാശ താവളമായി ഉപയോഗിക്കാൻ കഴിഞ്ഞേക്കും. ഭൂമിക്ക് സമീപമുള്ള ചിഹ്നഗ്രഹങ്ങളെ നിയർ എർത്ത് ഓബ്ജക്ട്സ് NEOs ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നത് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഭീഷണികളെ മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കാനുള്ള കഴിവുകൾ അല്ലെങ്കിൽ വഴികൾ കണ്ടെത്താൻ സഹായിക്കും. ഈ ചിഹ്നഗ്രഹം അർജുന എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക ചിഹ്നഗ്രഹങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഇതിന് മഹാഭാരതത്തിലെ ധീരനായ അർജുനന്റെ പേരാണ് നൽകിയിരിക്കുന്നത്. അർജുന വിഭാഗത്തിൽപ്പെട്ട ചിഹ്നഗ്രഹങ്ങൾക്ക് ഭൂമിയുടേതിന് സമാനമായ ചെരിവ് കുറഞ്ഞ ഭ്രമണപഥമാണുള്ളത്. അർജുന 2025 PN7 എങ്ങനെയാണ് പതിറ്റാണ്ടുകളായി ഭൂമിയോടൊപ്പം ഇങ്ങനെ ചുറ്റുന്നത് എന്നൊന്ന് പരിശോധിക്കാം. ഭൂമിയോടൊപ്പമുള്ള ഈ യാത്ര വളരെ സങ്കീർണമായ ഒരു ഭ്രമണപഥത്തിലൂടെയാണ് നടക്കുന്നത്. ഭൂമിയുടെ ഗുരുത്വാകർഷണവും സൂര്യന്റെ ശക്തമായ ഗുരുത്വാകർഷണവും തമ്മിലുള്ള ഒരു നേർത്ത സന്തുലനമാണിത്. ഇത് പലപ്പോഴും ഒരു ഹോർഷൂ ഓർബിറ്റ് അഥവാ ലഗ്രാഞ്ച് പോയിന്റുകൾക്ക് സമീപമുള്ള ഭ്രമണപഥങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭൂമിയുടെ മുന്നിലോ പിന്നിലോ ആയി സൂര്യനെ ചുറ്റുന്നതിനിടെ ഒരു പ്രത്യേക ആകൃതിയിൽ ഇത് നീങ്ങുന്നു. ഇത്തരം ക്വാസി മൂണുകൾ ഭൂമിയോടൊപ്പം സ്ഥിരമായി നിലനിൽക്കില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഏതാനും പതിറ്റാണ്ടുകളോ പരമാവധി നൂറ്റാണ്ടുകളോ ഇങ്ങനെ തുടർന്ന ശേഷം അവയുടെ ഭ്രമണപഥം മാറുകയും ഭൂമിയുടെ സ്വാധീനത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. അർജുനയും 2080ഓടെ ഈ കൂട്ടുകെട്ട് ഉപേക്ഷിച്ചു പോകാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അർജുന 2025 PN7 മാത്രമല്ല ഭൂമിയുടെ ഈ താൽക്കാലിക കൂട്ടുകാരൻ. കെമോലേവ 2016 HO3, കാർഡിയ 2004 GU9 തുടങ്ങിയ മറ്റ് 6 ക്വാസി മൂണുകൾ കൂടെ ഭൂമിക്ക് ചുറ്റുമുണ്ട്. ഏതാണ്ട് 60 വർഷം മുൻപ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനെ ലക്ഷ്യമാക്കി നീങ്ങിയ കാലം മുതൽ തന്നെ നമ്മുടെ ഭൂമിക്ക് മറ്റൊരു രഹസ്യ കൂട്ടുകാരനുണ്ടായിരുന്നു എന്നത് എത്രമാത്രം വിസ്മയിപ്പിക്കുന്ന സത്യമാണ്. അർജുന 2025 PN7 പോലുള്ള കണ്ടെത്തലുകൾ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവുകൾ പുതിയ മാനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നുവെന്ന് ഉറപ്പാണ്.